വെറും 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുകയാണ്. ശേഷം നടന്നത് ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ. ഒരു സർക്കാർ സ്ഥാപനങ്ങളിലും പ്രൈം മിനിസ്റ്ററിന്റെയോ മറ്റു മിനിസ്റ്ററുകളുടെയോ ഫോട്ടോ വയ്ക്കാൻ പാടില്ല. എല്ലാ മന്ത്രിമാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും മക്കള് ഗവൺമെന്റ് സ്കൂളിൽ മാത്രമേ പഠിക്കാവൂ. ഒരു VIP ഗസ്റ്റിനോ സെലിബ്രിറ്റിക്കോ മന്ത്രിമാർക്കോ വേണ്ടി വഴി തടയാൻ പാടില്ല. ജനങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ജാതി രാഷ്ട്രീയം നിർത്തലാക്കി. സ്കൂളുകളിലും കോളേജുകളിലും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി സ്റ്റുഡൻസ് കൗൺസിൽ കൊണ്ടുവന്നു. അതിനെല്ലാം ഉപരി പ്രതിപക്ഷ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഭരിക്കുന്ന ഗവൺമെന്റ് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിനെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, നേപ്പാളിലാണ് ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ഒരു പഴയ റാപ്പർ കൂടിയായ ബാലൻ ഷാ എന്നുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എടുത്തു പറയേണ്ടത് ബാലൻ ഷായുടെ ക്യാബിനറ്റിനകത്തുള്ള എല്ലാ മന്ത്രിമാരും അത്യാവശ്യം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതൊരു ക്യാബിനറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു എഡ്യൂക്കേഷണൽ പവർ ടീമായിട്ടാണ് ആ സർക്കാർ പ്രവർത്തിക്കാൻ പോകുന്നത്. എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലും ഇത്തരം നിയമങ്ങൾ വന്നാൽ എങ്ങനെയുണ്ടാകും?